ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ നെവിന്റെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ തോന്നിവാസത്തിനെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ കണ്ട് ആകാംക്ഷഭരിതരായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ അറിയാം. നെവിനെ ലാലേട്ടൻ എയറിലേക്ക് കയറ്റും, അല്ലെങ്കിൽ നെവിനെതിരെ ലാലേട്ടൻ പൊട്ടിത്തെറിക്കും, ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ. എന്താണെങ്കിലും പ്രൊമോ ഒന്നും കണ്ട് നമ്മൾ അധികമൊന്നും പ്രതീക്ഷിക്കേണ്ട, കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടാകാനും പോകുന്നില്ല. അതിന് മാത്രം ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രേക്ഷകരെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കണം, എന്തെങ്കിലുമൊക്കെ നെവിനെതിരെ പറയണമല്ലോ. അതിനു വേണ്ടിയിട്ട് കുറച്ച് പഞ്ച് ഡയലോഗുകളും നെവിനെതിരെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു പണിഷ്മെന്റും കൊടുക്കും. കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് പണിഷ്മെന്റ് ഈ ഒരു അവസരത്തിൽ കൊടുക്കാൻ പോകുന്നത്? 2 ആഴ്ചകൾ കൂടി മാത്രമേ ഈ ഒരു സീസൺ തീരാനുള്ളൂ. ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുക എന്നത് നെവിനെ എവിറ്റ് ചെയ്യുക എന്നതാണ്. എവിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊന്നും നെവിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല. ഇപ്പൊ ഷാനവാസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്, സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഒരു നല്ലൊരു വാർണിംഗ്, ലാസ്റ്റ് വാർണിംഗും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അതിൽ അപ്പുറം ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ ഒരു ഹൈ ലെവലിലേക്കൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ടും പുറത്താക്കാനുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അനുമോളും നെവിനും തമ്മിലുള്ള ഇഷ്യൂസ്, നെവിന്റെ മൊത്തത്തിലുള്ള ഒരു വയലന്റ് ആയിട്ടുള്ള കഴിഞ്ഞ ഒരാഴ്ചത്തെ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കുക എന്നതല്ലാതെ അതിന് മുകളിൽ ഒന്നും തന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ വോട്ടൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പുറത്താക്കാം എന്ന് മാത്രം. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ അനുമോൾക്കെതിരെയും അതുപോലെ തന്നെ ഷാനവാസിനെതിരെയൊക്കെ നിന്ന് കളിച്ചത് കൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണെന്നുണ്ടെങ്കിൽ പോലും അവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ നെവിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ വോട്ടിങ്ങിലും കുറച്ച് അത്യാവശ്യം എവിറ്റായി പോകാതിരിക്കാനുള്ള വോട്ടും കാര്യങ്ങളും ഒക്കെ നെവിന് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയ പോളുകളോ അല്ലെന്നുണ്ടെങ്കിൽ അൺഒഫീഷ്യൽ പോളുകളോ ഒന്നും നോക്കി അതിനെ വിലയിരുത്താൻ സാധിക്കത്തില്ല. അത് കുറച്ച് PR ഏജൻസികൾ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോളുകളും പിന്നെ യൂട്യൂബ് പോളുകളൊക്കെ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നും പറഞ്ഞ ഒഫീഷ്യൽ വോട്ടിംഗ് നമുക്ക് അതിലും കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം യൂട്യൂബ് പോളിലൊന്നും പങ്കെടുക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ ഒഫീഷ്യലി വോട്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നല്ലൊരു രീതിയിലുള്ള അച്ചടക്ക നടപടി നെവിനെതിരെ ലാലേട്ടന്റെ സൈഡിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു റെഡ് കാർഡ് കാണിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ആഴ്ചയിലെ മണി ബോക്സ് ടാസ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മണി ബോക്സ് എടുക്കാൻ സാധിക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ വരുന്ന ആഴ്ചകളിൽ നെവിന് കൊടുക്കില്ല, അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു സംഭവത്തിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്നതല്ലാതെ കൂടുതലൊന്നും നെവിന് ഒരു പണിഷ്മെന്റ് ആയിട്ട് ലാലേട്ടന്റെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി 2 ആഴ്ചകൾ കൂടിയേ ഉള്ളൂ. അതിലപ്പുറം ഒരു പണിഷ്മെന്റ് എന്താണ് ലാലേട്ടനെ സംബന്ധിച്ച് കൊടുക്കുക? ഡയറക്റ്റ് നോമിനേഷൻ ഇടുക എന്നതൊരു ഓപ്ഷൻ ഇനി ഇല്ല. കാരണം വരുന്ന ആഴ്ചയിൽ എല്ലാവരും തന്നെ നോമിനേഷനിലേക്ക് വരും. സോ ഒരു ഡയറക്റ്റ് നോമിനേഷൻസോ ആ കാര്യങ്ങളോ ഒന്നും ഒരു എന്താ പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ നെവിന് കൊടുക്കാൻ പറ്റിയ ഒരു പണിഷ്മെന്റ് അല്ല. ഒരു റെഡ് കാർഡ് കൊടുത്താൽ പോലും അതും വലിയൊരു പണിഷ്മെന്റ് ആയിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല. 2 ആഴ്ചയേ ഉള്ളൂ. 2 ആഴ്ച ഇനി എന്ത് റെഡ് കാർഡ് കൊടുത്തിട്ട് എന്ത് കാര്യങ്ങളാണുള്ളത്? കൂടി പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ആ ഒരു മണി ബോക്സിന്റെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമായിരിക്കും ഒരു ഓപ്ഷൻ ആയിട്ട് ഇവർക്ക് കിട്ടുന്നത്. കാരണം അത് എടുക്കാൻ സാധിക്കില്ല. അതെടുത്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നെവിനുണ്ടെങ്കിൽ അതുപോലും നെവിന് നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും. എന്താണെങ്കിലും നമുക്ക് നോക്കാം. എപ്പിസോഡ് വരട്ടെ. എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം. പ്രൊമോയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്കൊന്നും വിലയിരുത്താൻ സാധിക്കത്തില്ല. കാരണം പ്രൊമോ ഒക്കെ പക്ക ഫേക്ക് തന്നെയാണ്. പ്രേക്ഷകരെ വന്ന് ഇരുത്തി കാണാൻ വേണ്ടിയിട്ട് അടിച്ചു വിടുന്ന കുറെ പ്രൊമോയും അത് നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ എപ്പിസോഡിലും അതിൽ കൂടുതലൊന്നും തന്നെ ഉണ്ടാകാനും പോകത്തില്ല. കുറച്ച് ആക്രോശിക്കുന്ന, കുറച്ച് ഫയർ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളും ഇംഗ്ലീഷിൽ 2 പഞ്ചില്ലാത്ത കുറച്ച് ഡയലോഗുകളും ലാലേട്ടന്റെ സൈഡിൽ നിന്ന് വരും. അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. പ്രേക്ഷകരാരും നെവിനെ ഇന്ന് ലാലേട്ടൻ വലിച്ചു കീറുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കീറിയേക്കാം. അത് നെവിൻ അത്യാവശ്യം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് നെവിൻ അത്രയ്ക്ക് മോശമായിട്ട് പുറത്തെ സപ്പോർട്ടുകൾ കാര്യമായിട്ടുണ്ട്. താൻ ചെയ്യുന്നതെല്ലാം വലിയ സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കി മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന പല കണ്ടസ്റ്റൻസും പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നെവിന് നല്ല രീതിയിലുള്ള അഹങ്കാരം വന്നിട്ടുണ്ട്. നെവിൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട്. തനിക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ലാലേട്ടൻ പോലും വീക്കെൻഡിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ വളരെ സിമ്പിൾ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തമാശ മട്ടിൽ എടുത്ത് വിടുന്നത് കൊണ്ട് തന്നെ നെവിൻ വിചാരിക്കുന്നത് താൻ എന്തോ വലിയ സംഭവമാണ്, തന്നെ പ്രേക്ഷകർക്കെല്ലാം വലിയ ഇഷ്ടമാണ്, തനിക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തോടു കൂടി ആ ഒരു കാട്ടിക്കൂട്ടലിന് ഒരു അവസാനം ഉണ്ടാകും. നെവിനെ വലിച്ചു കീറുക തന്നെ ചെയ്യും. അത് വേറൊരു കാര്യം. എന്താണെങ്കിൽ നെവിനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് നെവിൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും PR വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുമോൾക്കെതിരെയും അതുപോലെ തന്നെ നല്ലൊരു പ്രേക്ഷക
സപ്പോർട്ടുള്ള അനീഷ്, ഷാനവാസ് ഇവർക്കെതിരെയാണ് നെവിൻ ഗെയിം കളിക്കുന്നത്. ഇവർക്കെതിരെ ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നെവിന്റെ ഗെയിം കളി. അതിന് കുറച്ച് ധൈര്യം തന്നെ വേണം. കാരണം അവരെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് അവരെ മാക്സിമം ഹരാസ്മെന്റ് നൽകിയിട്ട് മാക്സിമം അവരെ ബുള്ളിങ് നടത്തി പറ്റുന്ന പോലെയൊക്കെ അവർ ഒരു ഫിസിക്കൽ അസാൾട്ട് എന്ന രീതിയിലേക്കൊക്കെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് വന്ന് നെവിൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുമ്പോൾ ഇവരെ ഒന്നും ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുടെ വോട്ട് നെവിന് കിട്ടും. ആ ഒരു കുറച്ച് ശതമാനം വോട്ടുകൾ മതി നെവിന് തൽക്കാലം പിടിച്ചു നിന്ന് പോകാൻ വേണ്ടി. എന്താണെങ്കിലും ഈ ഒരു ആഴ്ച കൂടി എങ്ങനെയെങ്കിലും ഒക്കെ കടന്നുകൂടും. അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ടോപ്പ് 5ലേക്കൊക്കെ വരുമോ എന്ന് സംശയമുണ്ട്. കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്, പ്രേക്ഷക സപ്പോർട്ടുള്ള ആൾക്കാരൊക്കെയാണ് ടോപ്പ് 5ലേക്ക് വരുന്നത്. അതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല. പിന്നെ ബിഗ് ബോസിന്റെ ഒരു കരുതലും ബിഗ് ബോസിന്റെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് നെവിനെ ടോപ്പ് 5നുള്ളിലേക്കൊക്കെ കയറ്റി വിട്ടാൽ മാത്രമേ നെവിൻ ടോപ്പ് 5നുള്ളിലേക്ക് പോകത്തുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ലാലേട്ടൻ ഈ ഒരു വീക്ക് വന്ന് നെവിൻ എന്തായിരിക്കും പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പണപ്പെട്ടി ടാസ്കുമായി ബന്ധപ്പെട്ട് അത് എടുക്കാൻ സാധിക്കത്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണിഷ്മെന്റ് ആയിരിക്കുമോ? അതിനപ്പുറം ഒരു പണിഷ്മെന്റ് ഒന്നും നെവിന് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റെഡ് കാർഡും കാര്യങ്ങളും ഒക്കെ ഇനി കൊടുത്തിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു വീക്കെൻഡ് വന്നിട്ട് നെവിന്റെ സകല അടവുകളും തോന്നിയാസങ്ങളും ഒക്കെ ലാലേട്ടൻ വലിച്ചു കീറുമോ, അതോ എല്ലാ തവണത്തെയും പോലെ പലരോടും കാണിക്കുന്ന ഫേവറിസം പോലെ ഒന്ന് തൊട്ട് തടവി വിടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഫൈനൽ എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഫയർ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കടുപ്പിച്ച നടപടിക്രമങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.